ഹലോ ഫ്രണ്ട്സ്, ബജസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സറാണ്. കുട്ടികൾക്ക് വീട്ടിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മിക്സർ. എല്ലാവരും എന്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ നമുക്ക് തുടങ്ങിയാലോ. കടലമാവ് 2 കപ്പ്, മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഞാൻ മറന്നുപോയതാണ് ഉപ്പിടാനായിട്ട്, അത് ഉപ്പിട്ട് കുഴയ്ക്കണം. കടലമാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ കൈമേലൊട്ടാതിരിക്കാൻ വേണ്ടി ഒരു തുള്ളി എണ്ണ നമ്മൾ ഒഴിച്ചിട്ടാണ് കുഴച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം, അതിലേക്ക് പിഴിഞ്ഞിടാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓരോന്നായി നമുക്ക് വറുത്തെടുക്കാം. ആദ്യം ഞാൻ നിലക്കടലയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിലക്കടല എപ്പോഴും തോലോടുകൂടി വറുത്തിടുന്നതാണ് നല്ലത് മിക്സറിലേക്ക്. ഞാനിവിടെ തോലില്ലാത്തതാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് അത് വറുക്കണം. ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടുകടല ആയിട്ടുണ്ട്. ഇനി ഇത് പോരാ. അടുത്തത് അവിലാണ്. അവിലിട്ട് കൊടുക്കാം. അവിലായിട്ടുണ്ട്, കോരിയെടുക്കാം. ഇനി നമുക്ക് മാവ് പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതായിട്ടുണ്ട്, കോരിയെടുക്കാം. ശരി, ഇനി അടുത്ത ട്രിപ്പ് പിഴിഞ്ഞു കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് വണ്ണം കുറവുള്ള ഓട്ടയുള്ളതാണ് ഇടുന്നത്. ആദ്യം ഞാൻ കുറച്ച് വണ്ണമുള്ള നൂലപ്പത്തിൻ്റെ ഇതാണ് പിഴിഞ്ഞത്. ഇത് 2 തരത്തിലാവുമ്പോൾ നമുക്ക് കടിക്കാൻ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഇതായിട്ടുണ്ട്, കോരിയെടുക്കാം. അതിൽ തന്നെ കുറച്ച് മാവെടുത്ത് വെള്ളമൊഴിച്ച് കലക്കിയിട്ടുണ്ട് ഞാൻ. അത് ബൂന്തി ഉണ്ടാക്കാൻ ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ടപ്പോൾ തന്നെ ആവും ഇത്. കോരിയെടുക്കാം. ഇനി മുളകിട്ട് വറുത്തെടുക്കാം. കറിവേപ്പിലയും മുളകും സിമ്മിലിട്ട് വറുത്തെടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വിടാം.
ലാസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആവശ്യമുള്ളവർക്ക് മുളക് പൊടിയും ലേശം കായപ്പൊടിയും ചേർത്ത് കൊടുക്കും. നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ശ്രമിച്ചു നോക്കണം. താങ്ക് യു.